നമ്മുടെ നാളെ പുരോഗതിക്ക് ഏറ്റവും പ്രധാനമാണ് ശരിയായ രീതിയിലുള്ള ഗതാഗത സൗകര്യമുണ്ടാവുക എന്നത്. അതിന് ഏറ്റവും പ്രധാനം സംസ്ഥാനത്ത് റോഡ് സൗകര്യം വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. റോഡിൽ ഏറ്റവും പ്രധാനമാണ് നാഷണൽ ഹൈവേ. (2016) എല്ലാവർക്കും ഓർമ്മയുള്ളതാണല്ലോ. നമ്മുടെ സംസ്ഥാനത്ത് മാത്രമായിരുന്നു നാഷണൽ ഹൈവേ ആവശ്യമായ രീതിയിൽ വികസിക്കാതിരുന്നത്. അതിന് കാരണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിരോധപരമായ സമീപനമായിരുന്നില്ല. നമ്മുടെ കേരളം വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് കൃത്യമായി ചെയ്യാൻ തയ്യാറായില്ല. നമുക്ക് ചില വിദഗ്ധർ ഓടുന്ന ബസ്സിൻ്റെ വീതി കണക്കാക്കി 2 ബസ് ഒരേ സമയം പോകാനുള്ള വീതി എത്രയാണെന്ന് വരെ നമ്മളെ പഠിപ്പിക്കാൻ തയ്യാറായി മുന്നോട്ട് വരുന്ന കാഴ്ച നാം കണ്ടതാണ്. അവസാനം 2011 മുതൽ 16 വരെ അധികാരത്തിലുണ്ടായ UDF സർക്കാർ ഒരു സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. ആ സർവകക്ഷി യോഗം ഏകകണ്ഠമായി തീരുമാനിച്ചു 45 മീറ്റർ വീതിയിൽ റോഡ് പണിയാം. അപ്പോൾ 45 മീറ്റർ വീതി എന്നത് കേരളം പൊതുവിൽ സമ്മതിച്ചു. പിന്നെ ചെയ്യേണ്ടത് സംസ്ഥാന പണം ചെലവിടേണ്ട കാര്യമില്ല. പണം മുഴുവൻ നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് ചെലവിടുക. സ്ഥലമെടുത്തു കൊടുക്കണം. സ്ഥലമെടുത്തു കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. പക്ഷേ 45 മീറ്റർ തീരുമാനിച്ചു. സ്ഥലമെടുക്കാൻ പുറപ്പെട്ടപ്പോൾ ആ ഗവൺമെൻറ്റിൻ്റെ കൂടെ ഇരിക്കുന്ന ചിലർ പറഞ്ഞു, ഇപ്പോൾ ഇവിടെ ഇങ്ങനെ എടുക്കാൻ പറ്റില്ല. ഏതൊരു ഗവൺമെൻറ്റും നാടിൻ്റെ വികസനത്തിനാണ് പ്രാമുഖ്യം കൊടുക്കേണ്ടത്. പക്ഷേ ആ ഗവൺമെൻറ് അവിടെ ഇട്ടു. പിന്നെ ഒരു സെൻറ്റിമീറ്റർ മുന്നോട്ട് പോയില്ല. അങ്ങനെ നാഷണൽ ഹൈവേ അതോറിറ്റി ഇവിടം വിട്ടുപോയി. ആ സാഹചര്യത്തിലാണ് LDFനെ 2016 ജനങ്ങൾ അധികാരത്തിലേറ്റുന്നത്. LDF സർക്കാർ കേന്ദ്രത്തെ സമീപിച്ചു. നാഷണൽ ഹൈവേ അതോറിറ്റിയോട് തിരിച്ചു വരാൻ പറഞ്ഞു. കേന്ദ്ര ഗവൺമെൻറ്റുമായി ചർച്ചയായി. നാഷണൽ ഹൈവേ അതോറിറ്റി നമ്മുടെ മുന്നിൽ വെച്ചു. അത് ഭൂമിക്ക് വലിയ വിലയാണ്, ആ വില കൊടുത്ത് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല എന്ന നിലപാടായിരുന്നു. ഇന്ത്യ രാജ്യത്ത് എല്ലാ സ്ഥലത്തും നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് വില കൊടുത്ത് ഭൂമി വാങ്ങുന്നത്. ഒരിടത്തും സംസ്ഥാന സർക്കാർ വില കൊടുത്ത് ഭൂമി വാങ്ങിയിട്ടില്ല. സ്വാഭാവികമായും നമ്മൾ ആ പ്രശ്നം ഉന്നയിച്ചു. തർക്കമായി. അവർ പിടിവാശിയിൽ തന്നെ. നമുക്കാണെങ്കിൽ നമ്മുടെ നാടിൻ്റെ വികസനം മുട്ടി നിൽക്കുന്നു, വഴിമുട്ടി നിൽക്കുന്നു. അത് മുന്നോട്ട് പോകണമെങ്കിൽ നാഷണൽ ഹൈവേ പ്രധാനമാണ്. അവസാനം ഒത്തുതീർപ്പായി. അതായത് നമ്മുടെ നാട്ടിൽ ഇത്തരമൊരു പദ്ധതി നടപ്പാക്കേണ്ട ആവശ്യകതയുടെ മുന്നിൽ നമ്മെ വല്ലാത്ത വ്യവസ്ഥകളോടെ കീഴ്പ്പെടുത്താനാണ് കേന്ദ്ര ഗവൺമെൻറ് ശ്രമിച്ചത്. വേറെ വഴിയില്ല, നിസ്സഹായാവസ്ഥ.
അങ്ങനെ വന്നപ്പോൾ ഭൂമിയുടെ വിലയുടെ 25% സംസ്ഥാനം കൊടുക്കാമെന്ന് സമ്മതിക്കേണ്ടി വന്നു. 5600 കോടി രൂപ നാം കൊടുക്കേണ്ടി വന്നു. ഇപ്പോൾ നാഷണൽ ഹൈവേയുടെ പണി കേരളത്തിലാകെ നടക്കുകയാണ്. നല്ല രീതിയിൽ നാഷണൽ ഹൈവേ പൂർത്തിയാകുന്ന അവസ്ഥ വരാൻ പോകുന്നു. ഏതാനും മാസങ്ങൾ കൊണ്ട് നല്ല പുരോഗതി നേടാൻ കഴിയും എന്ന അവസ്ഥയാണ് വന്നിട്ടുള്ളത്. ഇവിടെ 2016 ജനങ്ങൾ ഇതിനൊന്നും ഒരു മാറ്റവും ഉണ്ടാകില്ല എന്ന് നിരാശയോടൊക്കെ പറഞ്ഞ കാലമായിരുന്നു. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ അതിന് മാറ്റം വന്നു. ഇവിടെ പലതും നടക്കും എന്ന് പറയുന്ന അവസ്ഥ വന്നു. അപ്പോൾ LDF വരും, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞത് നാഷണൽ ഹൈവേ മുടങ്ങിക്കിടന്ന നാഷണൽ ഹൈവേയുടെ കാര്യത്തിൽ LDF വന്നതുകൊണ്ടും അത് ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തുന്ന സ്ഥിതിയായി എന്ന് ജനങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന അവസ്ഥയായി.